ഹായ് ഡിയോസ്, ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതേപോലെയുള്ള രണ്ട് മെമ്മറി വയർ ഇങ്ങനെ രണ്ട് ബാങ്കുകൾ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്മറി വയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ സൈസിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഹെൽപ്ഫുള്ളാവും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബീഡ്സും ഗിയർ ലോക്കും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ട പാറ്റേണിൽ നമ്മൾ ഈ രണ്ട് മെമ്മറി വയറിലുമായിട്ട് ബീഡ്സ് കോർത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സൈസിലുള്ള ഒരു ഗ്ലാസ് എഫക്റ്റിൽ ഗ്ലാസ് ബീഡ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പോ ഫ്ലവറോ ഏതാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എങ്കിൽ അതെടുക്കുക. അതേപോലെ തന്നെ ഒരു പാറ്റേൺ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഓക്കെ, അതിന് ശേഷം കൊടുക്കുന്നത് ഒരു 7 mm വരുന്ന ഗ്ലാസ് ബീഡ് തന്നെയാണ് എടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ രണ്ട് ഫ്ലവർ ബീഡ്സ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ലൈനിലും ബീഡ്സ് കോർത്തെടുക്കുക. അത് നമ്പർ ഓഫ് ബീഡ്സ് ഒരു സൈഡിൽ 6 വീതോ 4 വീതോ നമ്മൾ ചെയ്യുന്ന ബാങ്കിളിൻ്റെ സൈസ് അനുസരിച്ച്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു മെമ്മറി വയറിൻ്റെ സൈസ് ഏകദേശം 2 ഇഞ്ചിലും കൂടുതൽ വരും. അതിൻ്റെ ഉള്ളളവുണ്ടല്ലോ, അത് ഒരു 5.5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ബീഡ്സ് കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിൻ്റെ സ്റ്റോർ ക്ലോസ്ഡ് ആണ്. ജൂൺ 8 കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഡിസ്പാച്ചുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അർജൻറ്റ് ഓർഡേഴ്സ് എടുക്കുന്നില്ല കേട്ടോ. റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത്. അർജൻറ്റ് ഓർഡേഴ്സ് ജൂൺ 8 വരെ എടുക്കുന്നില്ല. അടുത്ത ഡിസ്പാച്ച് ജൂൺ 8 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും 6 mm വരുന്ന, നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ വൈറ്റ് ബീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അതിന് പ്രശ്നമില്ല. ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ വൈറ്റ് ബീഡ്സ് കളർ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 mm കളർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബാങ്കിളിൻ്റെ അല്ലെങ്കിൽ മെമ്മറി വയർ ഇത് കണ്ടോ, നമുക്ക് വേണ്ട സൈസിൽ നമ്മൾ എടുക്കുക. അതിനുശേഷം എക്സ്ട്രാ ഒരുപാട് പോർഷൻ വരികയെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഈ മെമ്മറി വയർ ഇപ്പോൾ ഈ ഒരു റിങ് എന്ന് പറയുന്നത് 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് പാകാവുള്ളൂ. അപ്പോൾ റിങ്ങായിട്ടൊക്കെ സ്പ്രിങ്ങായിട്ട് വള ചെയ്യുന്ന സമയത്ത് 7 വയസ്സായ കുട്ടികൾക്കും ചിലപ്പോൾ ലൂസായിരിക്കും. അതുകൊണ്ടാണത് കട്ട് ചെയ്ത് കളയാനായിട്ട് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഗിയർ ലോക്ക് എടുക്കുക. ഗിയർ ലോക്ക് മെമ്മറി വയർ തിന്നായതുകൊണ്ട് തന്നെ ഗിയർ ലോക്കിനകത്തോട്ട് ആഡ് ആവും. ഒരു സൈഡിൽ ഇതുപോലെ 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ 2 ഗിയർ ലോക്കും നമ്മൾ ഈ മെമ്മറി വയർ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോടി വീഡിയോ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുണ്ടാവുക. നമ്മളിതുപോലെ ആഡ് ചെയ്തിട്ട് ആ 2 എൻഡിൽ കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക. നമുക്ക് ഏത് അളവിനാണോ ഒരു വള ചെയ്തെടുക്കേണ്ടത് ആ അളവിന് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം 2 എൻഡിലായിട്ട്, അതായത് ഇപ്പോൾ അത് ജോയിൻ ചെയ്ത് നിൽക്കുമല്ലോ, ഒരു മെമ്മറി വയറിൻ്റെ സ്പ്രിങ്ങിൻ്റെ 2 എൻഡ് ജോയിൻ ചെയ്ത് നിൽക്കുമല്ലോ, അവിടെ കൊടുത്തിട്ടാണ് അത് ലോക്ക് ചെയ്യേണ്ടത്.
ഞാനിതിൻ്റെ ഒരു സൈഡ് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സൈഡ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലോക്ക് ചെയ്താൽ മാത്രം പോരാ, ലോക്ക് ചെയ്തതുകൊണ്ട് അത് നിൽക്കില്ല. ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ B7000 അല്ലെങ്കിൽ B6000 ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചും കൂടെ കൊടുത്താലാണ് അത് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. അതല്ല ഗിയർ ലോക്ക് കൊണ്ട് മാത്രം ആ ഒരു മെമ്മറി വയറിൻ്റെ 2 സ്ട്രിങ്ങുകൾ ഒട്ടി നിൽക്കില്ല. അത് പെട്ടെന്ന് അടർന്നു പോരും. കുട്ടികൾ ഒരു തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അടർന്നു പോരും. ഗമ്മ് യൂസ് ചെയ്ത് നന്നായി സ്റ്റിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നിൽക്കും. ഈ ബാങ്കിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ഒറ്റ സൈസിൽ ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന ബാങ്കിൾ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഗിയർ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ എൻഡിൽ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടെ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ആ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം അതൊന്നുകൂടി ആ ഒരു ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഗം ഉപയോഗിച്ചാൽ മാത്രമാണ് അതവിടെ സ്റ്റിക്കായി നിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 തവണ ഉപയോഗിക്കുമ്പോൾ അഴിഞ്ഞ് പോരും. കാരണം ഗിയർ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് മെമ്മറി വയറിൽ നമ്മൾ ചെയിനിൽ അല്ലെങ്കിൽ ഗിയർ വയറിലൊക്കെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യണ പോലെ ലോക്കായിട്ട് നിൽക്കില്ല. നമ്മൾ ഈ ലോക്ക് മാത്രമല്ല, അതായത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബീഡ്സ് ഉണ്ടല്ലോ, സെൻറ്ററിലുള്ള ബീഡ്സ് എന്തായാലും ഒരു ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അത് അതേപോലെ ഇടാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ B7000 6000 ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക 24 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 2 സൈഡ് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഗിയർ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഗം അപ്ലൈ ചെയ്യുക കേട്ടോ. ഗം അപ്ലൈ ചെയ്ത് അത് സ്റ്റിക്ക് ആവാനായിട്ട് വെക്കണം നിങ്ങൾ. എന്നിട്ട് ആ ഒരു ബീഡ്സും ഗം ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഒരുപാട് കിറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ള കുറേ കിറ്റുകൾ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ കിറ്റായിട്ട് ആവശ്യമുള്ളവർ അങ്ങനെയും പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇനി നമ്മളത് ഗം വെച്ചിട്ട് ആ ഒരു ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ.